മല്ലു ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഒടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ FC സൂപ്പർ ഗോൾ കീപ്പറുടെ സൈനിങ് അങ്ങനെ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇന്നലെ നടന്ന കേരള ബ്ലാസ്റ്റേഴ്സും ചെന്നൈയിൻ FC മത്സരത്തിൻ്റെ അവസാന നിമിഷം നോഹയും ലൂണയും തമ്മിലുള്ള വാക്ക് തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച് TG പുരുഷോത്തമനും ലൂണയും എല്ലാം രംഗത്ത് വന്നിരിക്കുകയാണ്. ഏതായാലും എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായി നോക്കി വരാം. അതിനു മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്കറിയാം, കളിയുടെ അവസാന നിമിഷം അനായാസം പാസ് നൽകിയാൽ ഗോളാക്കാൻ സാധിക്കുന്ന ഒരു അവസരം നോഹ സദോരി പുറത്തേക്ക് അടിച്ചതിന് പിന്നാലെയാണ് ലൂണയും നോഹയും തമ്മിലുള്ള വാക്ക് തർക്കങ്ങൾ തുടക്കം കുറിക്കുന്നത്. ഏതായാലും മത്സരശേഷം ഇത് സംബന്ധമായി പ്രതികരിച്ചുകൊണ്ട് ലൂണ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ലൂണ പറയുന്നത് ഇപ്രകാരമാണ്: ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ താൻ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. പാസ് നൽകാനുള്ള അവസരം അവിടെ ഉണ്ടായിരുന്നു. ഏതായാലും ഡ്രസ്സിംഗ് റൂമിൽ ചെന്നുകൊണ്ട് ഞാൻ നോഹയോട് സംസാരിക്കും, കാര്യങ്ങൾ തീർക്കുമെന്ന രീതിയിലാണ് അഡ്രിയാൻ ലൂണ മത്സരശേഷം നോഹയും ലൂണയും തമ്മിലുള്ള വാക്ക് തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുള്ളത്. ഏതായാലും ഇത് സംബന്ധമായി TG പുരുഷോത്തമൻ പറയുന്നത് എല്ലാം ഓക്കെ ആണെന്നും ഇത് പ്രൊഫഷണൽ ഫുട്ബോളിൽ സർവ്വസാധാരണമാണെന്നും പ്രശ്നങ്ങളൊന്നുമില്ല എന്ന രീതിയിലാണ് TG പുരുഷോത്തമൻ മനസ്സ് തുറക്കുന്നത്. ഏതായാലും നോഹയും ലൂണയും തമ്മിലുള്ള ഈ ഒരു വാക്ക് തർക്കം ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ ഒരുപാട് വിഷമമുണ്ടാക്കിയിട്ടുണ്ട്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ പുതിയൊരു ഗോൾ കീപ്പറെയും കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ്. സോം കുമാറിനെ ടീമിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ FC ഗോൾ കീപ്പറായിട്ടുള്ള കമൽജിത് സിംഗിന്റെ സൈനിങ് ആണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. കമൽജിത് സിംഗ് വളരെ വലിയ എക്സ്പീരിയൻസ് ഉള്ള ഗോൾ കീപ്പറാണ്. ISL തന്നെ പുനെ സിറ്റി FCക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഹൈദരാബാദ് FC പോലുള്ള ടീമുകൾക്കൊക്കെ വേണ്ടി ഗോൾ വല കാത്തിട്ടുള്ള എക്സ്പീരിയൻസുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സ് നടത്തിയ ഈ ഒരു ഗോൾ കീപ്പറുടെ സൈനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.